നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി ലെവൽ പാലിയേറ്റീവ് പരിചരണ പരിപാടി. പാലിയേറ്റീവ് പരിചരണ ദിനാചരണവും പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ സ്നേഹസംഗമവും മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR രജിത്ത് സ്വാഗതവും ഡോക്ടർ ശാലിൻ പ്രൈമറി പാലിയേറ്റീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു പങ്കെടുത്തു. ജനപ്രതിനിധികളും പാലിയേറ്റീവ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. HI രാജേഷ് കണ്ണൻ നന്ദി പറഞ്ഞു. പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പരിചരണവും പരിഗണനയും സ്വാതന്ത്ര്യവും ഏർപ്പെടുത്തേണ്ട ഒരു വിഭാഗം ആളുകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പദ്ധതി പണം ഉപയോഗിച്ചും അല്ലാതെയും ജനകീയമായും നമ്മളൊരു സാന്ത്വന പരിചരണം ഏർപ്പെടുത്തുകയാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിലൂടെ. പദ്ധതി പ്രവർത്തനത്തിനപ്പുറം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ജനകീയമായി ഏറ്റെടുക്കണമെന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ഓരോ വാർഡ് തലത്തിലേക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമസഭകൾ വഴി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒക്ടോബർ 2-ാമത്തെ ശനിയാഴ്ച പാലിയേറ്റീവ് ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുമായും പിന്നീട് എല്ലാ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആശയവിനിമയം നടത്തിയ 3 പ്രധാനപ്പെട്ട പരിപാടികൾ. ഒന്ന്, അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ 64,600 അതിദാരിദ്ര്യം എന്ന ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുക. മറ്റൊന്ന്, ലോകത്തിന് മാതൃകയായി ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക. ആ അജണ്ടയിൽ 3-മത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള അജണ്ട പാലിയേറ്റീവ് രംഗത്ത് ഒരു പുതിയ വിപുലമായ ഒരു പാലിയേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതനുസരിച്ച് പഞ്ചായത്തുകളുമായി നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് കൂടിയാലോചിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും MLA ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറുമായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് രംഗത്ത് നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂട്ടി ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ളൊരു പാലിയേറ്റീവ് സംവിധാനം തയ്യാറാക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിനടിസ്ഥാനത്തിൽ നമ്മുടെ യോഗങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ചേരാനിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഒരു ആശയം ഇന്ന് വളരെ ഗംഭീരമായി നിലവിലുള്ള കിടപ്പ് രോഗികളെയും പിന്നെ ഷാനി ഡോക്ടർ നേരത്തെ എന്നോട് സൂചിപ്പിച്ചതുപോലെ അപൂർവമായി അതിൽ പെടാത്ത ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാലിയേറ്റീവ് സംവിധാനം നാം നടപ്പിലാക്കുന്നത്. എന്നാൽ അതിനെ കുറച്ചുകൂടി വിപുലമാക്കി അവയവദാതാക്കളും അവയവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയവരും ക്യാൻസർ രോഗികളും നിരന്തരമായിട്ടുള്ള കിടപ്പ് രോഗികൾ അല്ലെങ്കിലും സ്ഥിരമായ മരുന്നിന് വിധേയമാകേണ്ടി വരുന്നവരും ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് ബാധിതരായിട്ടുള്ളവരുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി ഓരോ ഘട്ടത്തിലും അവരുടെ സാമ്പത്തിക സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് നിലവിൽ പാലിയേറ്റീവ് രംഗത്ത് നിലയുറപ്പിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ കൂടി സംഘടനകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടൊരു വിപുലമായ പരിപാടി തയ്യാറാക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തൊരു പാലിയേറ്റീവ് സാക്ഷരത ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിനകത്തെ 17 വാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വാർഡുകളിൽ എത്ര രോഗികൾ ഇതിന് വിധേയമാകുന്നവരുണ്ട്. സർക്കാരിൽ നിന്ന് അവർക്ക് നൽകാവുന്ന ധാരാളമായിട്ടുള്ള സഹായങ്ങൾ പലപ്പോഴും അജ്ഞത കൊണ്ടോ വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ടോ ആ സഹായങ്ങൾ ലഭ്യമാകുന്നു.
ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ പദ്ധതി തന്നെ. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ പദ്ധതി അഥവാ CMDRF എന്നാണ് അതിന്റെ പേരെങ്കിലും ആ CMDRFന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി. സ്വാഭാവികമായിട്ടും CMDRFന്റെ ഒരു ഫോം പൂരിപ്പിച്ച് അതിനകത്ത് വില്ലേജ് ഓഫീസറുടെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് പുതിയതായി മേടിച്ച് ഏതാശുപത്രിയിലാണോ അയാൾ ചികിത്സിക്കുന്നത് ആ ചികിത്സയ്ക്ക് ആവശ്യമായ ചെലവിനെ സംബന്ധിച്ച ഒരു എസ്റ്റിമേറ്റ് ഡോക്ടറെ കൊണ്ട് സംഘടിപ്പിച്ച് പിന്നെ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റേഷൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും പാസ്ബുക്കിൻ്റെയും കൂടി കോപ്പി തയ്യാറാക്കി നമുക്ക് MLA ഓഫീസിൽ നൽകിയാൽ അയാളുടെ രോഗത്തിന് തുല്യമായ, ആളുകൾ കരുതുന്നത് പോലെ റീഇംബേഴ്സ്മെന്റ് അല്ല, പക്ഷെ ഒരു രോഗിക്ക് സർക്കാരിന് കൊടുക്കുന്ന ചെറുതെങ്കിലും ഒരു സഹായം അയാളുടെ അക്കൗണ്ടിൽ എത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിൽ. ആരോഗ്യവകുപ്പ് തന്നെ എത്രയേറെ പദ്ധതികളാണ് നടപ്പിലാക്കപ്പെടുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ക്യാൻസർ രോഗികളും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടിരിപ്പുകാർക്ക് പോലും പെൻഷൻ കൊടുക്കാവുന്ന പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക ക്ഷേമ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നു. ഒരാളൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടയാൾക്ക് MACT എന്ന മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലൂടെ ലഭ്യമാകുന്ന പണം കിട്ടുമെങ്കിലും ആ പണം കിട്ടാനുള്ള കാലാവധിക്കകത്ത് അയാളെ സഹായിക്കാൻ 1 ലക്ഷം രൂപ വരെ കേരളത്തിലെ ഗവൺമെന്റിന് ഈ സ്കീമിൽ പെടുത്തി കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വ്യാപകമായ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിയും വിധം ഫെബ്രുവരി മാസം മുതൽ നിലവിലുള്ള പാലിയേറ്റീവ് പ്രവർത്തകരെ കുറെ കൂടി സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ ഡോക്ടറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജീവും മുഖം കൂടി സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയായിരുന്നു, ഇത്തരം സാധനങ്ങൾ പൊതുവായി കൈമാറാൻ പറ്റിയ നിരവധി കേന്ദ്രങ്ങളുണ്ട്. പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരാൾ ഒരു പഞ്ചായത്തിനകത്ത് ഉദാഹരണത്തിന് കാലൊടിഞ്ഞു, അയാളൊരു കിടപ്പ് രോഗിയല്ല, ഏതെങ്കിലും വിധത്തിലുള്ള പാലിയേറ്റീവിന്റെ ആർത്ഥത്തിലുള്ള സേവനം ആഗ്രഹിക്കാത്ത ഒരാളല്ല, പക്ഷെ അയാൾക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് വേണം. അയാൾക്കത് പണം കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. 3 ഭാഗത്ത് വടിവെച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക് അയാൾക്ക് ഉപയോഗിക്കേണ്ടി വരിക ഏറ്റവും കൂടുതൽ എത്രയാ കാലമാണ്? 6 ആഴ്ച പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ പ്ലാസ്റ്റർ ഇട്ട് വാർഷിക പദ്ധതി തന്നെ. ഉദാഹരണത്തിന് ഡയാലിസിസ് രോഗികൾക്ക് സഹായം ചെയ്യാൻ ഔപചാരികമായി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഗൗരവമായ സംസാരിക്കുകയും